ഓരോ സഹനവും ആ സഹനം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ്. അത് യേശുക്രിസ്തു നാമത്തിലാണ്, അവനോട് കൂടെയാണെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം. പാപം എന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ പതറി ഇനിയിപ്പോൾ ചില പറയേ കുമ്പസാരിച്ചിട്ട് എന്തിനാ പിന്നെയും പാപം ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത് വിഡ്ഢിത്തരമാണ്. കാര്യം എന്നറിയാമോ, അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ക്രിസ്തു പരിഹാരം ചെയ്തത് എന്തിലാണ്? ശരീരത്തിലല്ലേ, മനസ്സിലും. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങളും. ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവുന്ന പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാവും. അപ്പോൾ ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായൊരു ഹാർവസ്റ്റിംഗ് ടൈമാണ്. എന്താ കാര്യം എന്നറിയാമോ? ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാക്കി കളയണം. എന്നിട്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഇവിടെ കാഴ്ചവെക്കണം. അപ്പോൾ എന്നാ പറ്റും? അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും. അപ്പോൾ വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം.